ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിന്റെ സീലിംഗ് തകർന്നു വീണു. കഴിഞ്ഞ ദിവസം ഇതേ കെട്ടിടത്തിന്റെ സീലിംഗ് ഒരു ഭാഗം തകർന്നു വീണിരുന്നു. ഇന്ന് ജീവനക്കാർ ജോലിക്കായി എത്തിയപ്പോഴാണ് കൂടുതൽ ഇടിഞ്ഞു വീണതായി കണ്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, കഴിഞ്ഞ ദിവസവും വാർത്തകൾ വന്നതാണ്. അപ്പോഴും ഇത് പരിഹരിക്കാനുള്ള യാതൊരു ശ്രമവും ഉണ്ടായില്ല. ഇതിപ്പോ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? മാധു, ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് ഓഫീസ് തുറന്നപ്പോഴാണ് ഈ സീലിംഗിന്റെ ബാക്കി ഭാഗം കൂടി തകർന്നു കിടക്കുന്നതായി ഉദ്യോഗസ്ഥർ ജീവനക്കാർ കാണുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ ഓഫീസ് തന്നെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ഓഫീസിന്റെ സീലിംഗിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. അന്ന് ആവശ്യമായിട്ടുള്ള പരിഗണന ഈ ഉദ്യോഗസ്ഥർ ഇതിന് നൽകിയിരുന്നുവെങ്കിൽ വീണ്ടും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് രാവിലെ ഈ ഉദ്യോഗസ്ഥർ ഓഫീസ് തുറന്നു നോക്കുമ്പോഴാണ് ബാക്കി ഭാഗവും തകർന്നു കിടക്കുന്നതായി കാണുന്നത്. 2022-ലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം സീലിംഗ് ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തകരാറാണ് ഇത് തകർന്നു വീഴാൻ കാരണമായതെന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത്. എന്തായാലും ഈ കരാർ ഏറ്റെടുത്ത ആളുകളെ വിളിച്ചു വരുത്തി ആവശ്യമായിട്ടുള്ള വിശദീകരണം തേടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അതുകൊണ്ട് ബാക്കി ഭാഗം കൂടി ഏത് നിമിഷവും തകർന്നു വീഴാവുന്നൊരവസ്ഥ ഇതിൻ്റെ അകത്തുണ്ട്. 16ഓളം ജീവനക്കാരാണ് ഈ റൂമിന്റെ അകത്ത് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ സീലിംഗ് തകർന്നു വീഴുമ്പോൾ ഓടി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തലനാരിഴയ്ക്ക് അപകടം മാറുകയായിരുന്നു. 3 പേർ ജോലി ചെയ്യുന്നതിന്റെ തൊട്ട് മുകളിൽ ഉണ്ടായിരുന്ന സീലിംഗ് ആണ് അന്ന് തകർന്നു വീണത്. എന്തായാലും ബാക്കി ഭാഗം കൂടി തകർന്നു വീണിരിക്കുന്നു. ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുള്ള വിശദീകരണം ഇതിന്റെ കരാർ ഏറ്റെടുത്ത ആളുകളോട് ചോദിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ശിശു സംരക്ഷണ യൂണിറ്റിന്റെ സീലിംഗ് ആണ് തകർന്നു വീണിരിക്കുന്നത്. ഇന്ന് നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ജീവനക്കാർ വന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്.